ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഒരു ഡേറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. സാധാരണ നമ്മൾ എൻട്രി ചെയ്യുന്നതിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ മൈക്രോ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡേറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ ഇത് ബില്ലിംഗ് സെക്ഷനിലൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. എക്സൽ സ്റ്റാർട്ട് ചെയ്തു. സാധാരണയായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഇതുപോലുള്ള സെല്ലിൽ നമ്മളിങ്ങനെ സെല്ല് മാറ്റി നമ്മളിങ്ങനെ എൻട്രി ചെയ്യുവാണ് പതിവ്. ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ ഒരു ഐറ്റം അടിച്ചു, പ്രിൻ്റർ 10 നമ്പേഴ്സ്, എന്നിട്ട് ഇവിടെ വന്ന് 8000. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്ത് എക്സലിൽ സാധാരണയായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ഡേറ്റാസൊക്കെ എൻട്രി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഒരു ഫോം ഉണ്ടാക്കിയിട്ട് ആ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് അടിക്കുക. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷീറ്റ് നമ്പർ അടുത്ത ഷീറ്റിൽ ഇത് നമുക്ക് അപ്ഡേറ്റ് ആകും. സാധാരണയായിട്ട് നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഡേറ്റ എൻട്രി ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മൈക്രോ പ്രോഗ്രാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡേറ്റ എൻട്രി ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലൊരു ഫോർമാറ്റ് നമ്മൾ ടൈപ്പ് ഇൻവോയ്സ്, പിന്നെ ഐറ്റം കോഡ്, ഐറ്റം നെയിം, പിന്നെ ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, പിന്നെ ടോട്ടൽ. അതുപോലെ തന്നെ നമുക്ക് ഐറ്റം കോഡിലെടുത്ത് 101, ഐറ്റം നെയിം പ്രിൻ്റർ, ക്വാണ്ടിറ്റി 10 നമ്പേഴ്സ്, യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6000. ഇവിടെ നമുക്ക് 6000, ഇവിടെ നമുക്ക് ടോട്ടൽ ആണെങ്കിലോ ഈക്വൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ് അല്ലേ, D7 ഇൻറ്റു D8, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇതുപോലെ സേവ് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സേവ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസെർട്ട് എടുത്തിട്ട് നമ്മൾ ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്തു, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തു, ഇങ്ങനെ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മളിവിടെ സേവ് എന്നടിച്ചിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് ഹോമിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് സൈസ് ഒന്ന് കൂട്ടി, എന്നിട്ട് അതിനെ ഒന്ന് സെൻറ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ഫോർമാറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഷേപ്പ് എഫക്റ്റ് എടുക്കുക. നമ്മൾ ഷേപ്പിൻ്റെ എഫക്റ്റ് എടുത്തു, ബിബിൾസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ സേവിൻ്റെ അതുപോലെ ഒരു സേവ് ബട്ടൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു സേവ് ബട്ടൺ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ആദ്യം ഇൻവോയ്സ് അടിച്ചു, ഐറ്റം കോഡെല്ലാം അടിച്ചു, ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് അടിച്ചു. എന്നിട്ടൊരു സേവ് ബട്ടണും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അടുത്ത ഷീറ്റ് വരിക. അടുത്ത ഷീറ്റ് വന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ഹെഡിങ്, ഇത്രയും ഭാഗം നമ്മളിവിടെ വന്നിട്ട് ടൈപ്പ് അടിച്ചു കൊടുക്കുക. ഐറ്റം കോഡ്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ നമ്മൾ ടൈപ്പ് അടിച്ചു കൊടുത്തു. ടോട്ടൽ എന്നുള്ളത് ടൈപ്പ് അടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പർ ടാബ് എടുക്കണം. ഇവിടെ മെനൂസിൽ ഡെവലപ്പർ ടാബ് എടുത്തിട്ട് നമ്മൾ റെക്കോർഡ് മൈക്രോ എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്. റെക്കോർഡ് മൈക്രോ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പേര് കൊടുക്കുക. ABC എന്ന് പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഞാൻ മൈക്രോയ്ക്ക് ഒരു പേര് കൊടുത്തു. അപ്പം നമ്മുടെ റെക്കോർഡിങ് ഇപ്പോൾ ഓണായി കിടക്കുകയാണ്. നമ്മൾ തീർന്നു കഴിയുമ്പോൾ സ്റ്റോപ്പ് റെക്കോർഡിങ് പറയണം. അപ്പോൾ റെക്കോർഡിങ് ഓണാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്നിട്ട് അടുത്ത ഷീറ്റ് നമ്പർ 1ൽ പോയിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് Ctrl+C കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷീറ്റ് നമ്പർ 2 പോയിട്ട് എന്ത് ചെയ്യണം, ഈ ടോട്ടൽ കഴിഞ്ഞിട്ടുള്ള സെല്ലിൽ ലാസ്റ്റ് സെല്ലിൽ വന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ വന്നു, എന്നിട്ട് കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യണം, കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്യണം. എന്തിനാ, നമ്മൾ അത്ര ഫുൾ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ, ഇപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് യൂസ് റിലേറ്റീവ് റെഫറൻസ് എന്നുള്ള ഒരു മെനു ഉണ്ടോ, യൂസ് റിലേറ്റീവ് റെഫറൻസ്. ഈ മെനു വന്നിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത സെല്ലിൽ വരിക. ആ സെല്ലിൽ വന്നിട്ട് ഒന്നുകൂടെ നമ്മളിത് പ്രസ് ചെയ്യുക. ഇത് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ, ഹോമിൽ പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് എടുത്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. എന്നിട്ട് ഇവിടെ ട്രാൻസ്പോസ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമ്മളവിടെ വന്ന് ട്രാൻസ്പോസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കോഡ് വെച്ചിട്ട് കോഡിൽ
ഐറ്റം കൂടി കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തെ ഷീറ്റിൽ പോകണം. നെക്സ്റ്റ് ഷീറ്റിൽ പോയിട്ട് നമ്മൾ ഇത്രയും ഭാഗം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യണം. ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സെല്ലിൽ കൊണ്ട് വെച്ചിട്ട് നമ്മളിവിടെ ഡെവലപ്പർ ടാബ് എടുത്തിട്ട് ഈ സ്റ്റോപ്പ് റെക്കോർഡിംഗ് നമ്മൾ പ്രസ് ചെയ്യുക. സ്റ്റോപ്പ് റെക്കോർഡിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സേവ് ബട്ടണിൽ നമ്മളൊന്ന് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് അസൈൻ ചെയ്യണം. ഈ മൈക്രോ നമ്മൾ അസൈൻ ചെയ്യുക. അപ്പം ഈ അസൈൻ മൈക്രോ പറഞ്ഞിട്ട് ഈ ABC എന്നുള്ള മൈക്രോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ABC എടുത്തിട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ABC ബട്ടൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും ഐറ്റം നെയിം കൂടെ, ഇപ്പോൾ 101 നമ്മൾ നേരത്തെ അടിച്ചതില്ലേ, ഇവിടെ വന്നിട്ട് 102. എന്നിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് അടുത്തൊരു ഐറ്റം, ഇപ്പം ഞാൻ മോണിറ്റർ എന്നടിച്ചു. ഡൗൺ ആരോ പ്രസ് ചെയ്തു. 10 നമ്പേഴ്സ്, യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മോണിറ്ററിന് 6000. എന്നിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഷീറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഞാൻ ഒരൈറ്റം കൊണ്ട് അടിച്ചു കൊടുക്കുകയാണ്. 103. ഡൗൺ ആരോ പ്രസ് ചെയ്തു. ഞാൻ ഇവിടെ ലാപ്ടോപ്പ് എന്നടിച്ചു. ലാപ്ടോപ്പ് ക്വാണ്ടിറ്റി 10 നമ്പേഴ്സ്, യൂണിറ്റ് പ്രൈസ് ഞാനൊരു 25,000 എന്നടിച്ചു. ഡൗൺ ആരോ പ്രസ് ചെയ്തു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടി. എന്നിട്ട് നമ്മൾ സേവ് ബട്ടണിൽ പ്രസ് ചെയ്തു. അപ്പോൾ കണ്ടോ, ഷീറ്റ് നമ്പർ 3ൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ നമ്മളിവിടെ 103 ഒരൈറ്റം കൊണ്ട് നമുക്ക് അടിച്ചു നോക്കാം. 104 അടിച്ചു. ഡൗൺ ആരോ. അപ്പോൾ എന്ത് ഐറ്റമാണ് ഞാൻ പറഞ്ഞു, മോണിറ്റർ ക്വാണ്ടിറ്റി എത്രയാണ്, 5 നമ്പേഴ്സാണ്. ഒരു മോണിറ്ററിന് 8,000 റുപ്യയാണ്. അപ്പം ടോട്ടൽ. എന്നിട്ട് ഇവിടെ നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ആകുന്ന കാണാം. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഡേറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റും. ഇത് ബില്ലിംഗ് സെക്ഷനിലൊക്കെ വളരെ അത്യാവശ്യമായ കാര്യമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.